ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കോട്ടണിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിനകത്ത് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഡിസൈനാണ്. ബ്ലാക്കിലും യെല്ലോയിലും നമ്മൾ 2 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൽ ഓൾ ഓവർ ഓരോ സ്റ്റിച്ച് പോകുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു ഡിസൈൻ പോലെ തന്നെ ഓരോ സ്റ്റിച്ച് പോയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലവേഴ്സ് വരുന്ന 2 കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് യെല്ലോ, നല്ല ലൈറ്റ് ആയിട്ടുള്ള ബേബി യെല്ലോ കളറാട്ടോ. ഇതുപോലെ ഇത് നമ്മൾ 2 പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ വി നെക്കിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ഇതുപോലെ സ്ക്വയർ നെക്ക് വെച്ചിട്ട് സൈഡിൽ ബട്ടൺ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കുർത്തി മാത്രമായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. നല്ല എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് അല്ല ഔട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് വേണമെന്നില്ല. അപ്പം ഇതുപോലെ ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫ്ലവറിന്റെ കളർ വരുന്നത്. അപ്പം ഞാൻ വേറെ ഈ 2 ഡിസൈൻസും കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് ഇതാണ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. 2 ഓരോ സ്റ്റിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ വേറെ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതിപ്പം ഒരു ടോപ്പ് പെലാസോ സെറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൈഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കാണ്. അപ്പം ഞാൻ ഇതിന് സെയിം ടോൺ തന്നെ ഇപ്പോൾ കോട്ട് സെറ്റ് വരുന്ന മാതിരിയുള്ള ഇത് പലാസോ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ 2 കളേഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം ടോപ്പും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ടോപ്പ് മാത്രമാണെങ്കിൽ അതും പറഞ്ഞാൽ മതി. പ്ലെയിൻ ബോട്ടം ആണെങ്കിലും പലാസോ അതും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.